ഹായ് എവരിവൺ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എയർ ഇൻഡക്ഷൻ ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം ഇൻ വെഹിക്കിൾ. വണ്ടിയിലെ എയർ ഇൻഡക്ഷൻ ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം ആയിരുന്നു. അതിൽ നമ്മൾ സൂപ്പർ ചാർജറും ടെർബോ ചാർജറും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന എയർ ക്ലീനർ ആണ്. എയർ ക്ലീനേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ പർപ്പസ്, എവിടെയാണ് നമ്മൾ അത് ലൊക്കേറ്റ് ചെയ്തതിൽ, ഏതൊക്കെ ടൈപ്സ് എയർ ക്ലീനേഴ്സ് വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എയർ ക്ലീനർ നമ്മൾ സാധാരണ വണ്ടിയിൽ ഉപയോഗിക്കാറുള്ളത് ഇൻലെറ്റ് മാനിഫോൾഡിന്റെ മുകളിലായിട്ടാണ്. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഡയറക്റ്റ് എയർ എടുത്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട്, അറ്റ്മോസ്ഫിയറിക് എയറിൽ ഒരുപാട് ഡസ്റ്റ്, ഡേർട്ട്, ചെളിയും അതുപോലെ തന്നെ പൊടിയും വാട്ടർ കണ്ടാമിനൻസ്, നമ്മുടെ ചെറിയ ചെറിയ വാട്ടർ കണ്ടൻസ് എല്ലാം അടങ്ങിയതാണ് എയർ എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുന്നത്. ഈ എയർ അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എഞ്ചിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിന്റെ അകത്തുള്ള സിലിണ്ടറിന്റെ പാർട്ടിക്കിൾ, അതുപോലെ എഞ്ചിന്റെ മറ്റു പാർട്സ്, ഇതെല്ലാം കൊറോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡേർട്ട്, ഡസ്റ്റ്, വാട്ടർ കണ്ടൻസ് ഇതെല്ലാം എസ്കേപ്പ് ചെയ്തുകൊണ്ട്, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, എലിമിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ പ്യുവർ ആയിട്ടുള്ള എയർ എഞ്ചിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു ഹോമോജീനിയസ് എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എയർ ക്ലീനർ ഒരു വെഹിക്കിളിലെ, ഒരു എഞ്ചിനിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എയർ നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്നും എഞ്ചിനിലേക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ നോക്കാം, അറ്റ്മോസ്ഫിയറിക് എയർ കൺസിസ്റ്റ് ഓഫ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡേർട്ട് ആൻഡ് ഡസ്റ്റ്. അറ്റ്മോസ്ഫിയറിക് എയറിൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡേർട്ടും ഡസ്റ്റും ഉണ്ടാവും, ചെളിയും അതുപോലെ പൊടിയും ഒക്കെ ഉണ്ടാകും. Uncleaned air will cause faster wear off and damage to the engine parts. ക്ലിയർ അല്ലാത്ത എയർ എഞ്ചിൻ പാർട്ടുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിപ്പിക്കാനും സാധ്യതയുണ്ട്. സോ എയർ ഈസ് ഫിൽറ്റേർഡ് ബിഫോർ എൻറ്ററിങ് ഇൻസൈഡ് ദ സിലിണ്ടർ ബോർ. അതുകൊണ്ട് തന്നെ എഞ്ചിൻ സിലിണ്ടറിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ എയർ കംപ്ലീറ്റ് ഫിൽറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ എഞ്ചിൻ ഇൻടേക്ക് മാനിഫോൾഡിലൂടെ എയറിനെ കടത്തിവിടുള്ളൂ. Then purpose of air cleaner. Air cleaner ന്റെ purpose. It cleans the intake air. അത് intake airനെ ക്ലീൻ ചെയ്യുന്നു. Then it reduces the noise of the intake air. നമ്മുടെ എക്സോസ്റ്റ് മാനിഫോൾഡ് കഴിഞ്ഞ് മഫ്ലർ ഘടിപ്പിക്കുന്ന പോലെ തന്നെ, ഒരു സൈലൻസർ ഘടിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇൻടേക്ക് മാനിഫോൾഡിൽ എയർ ക്ലീനറിനെ കാണാൻ സാധിക്കും. കാരണം എയർ അകത്തേക്ക് സക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സൈലൻസർ പോലെ എയർ ക്ലീനർ അവിടെ പ്രവർത്തിച്ചോളും. ഇറ്റ് ആക്ട് ആസ് എ ഫ്ലെയിം അറസ്റ്റർ ഡ്യൂറിങ് എഞ്ചിൻ ബാക്ക് ഫയർ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എഞ്ചിനിൽ കമ്പഷൻ നടക്കുമ്പോൾ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആണെങ്കിൽ കമ്പഷന്റെ ബൈ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ കമ്പഷൻ പാർട്ടിക്കിൾസോ എഞ്ചിന്റെ ഇൻടേക്ക് മാനിഫോൾഡിന്റെ അകത്തൂടെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ബാക്ക് ഫയറിനെ പ്രിവെന്റ്, അതിന് പറയുന്ന പേരാണ് ബാക്ക് ഫയർ. ഈ ബാക്ക് ഫയറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എയർ ക്ലീനർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലൊക്കേഷൻ, ഇത് നമ്മൾ ഘടിപ്പിച്ചു വെക്കുന്നത്, ഇറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി എയർ ഇൻലെറ്റ് മാനിഫോൾഡ്. ഇൻലെറ്റ് മാനിഫോൾഡിന്റെ മുകളിലായിട്ടാണ്. നമ്മൾ എഞ്ചിൻ ഡിസ്മാൻഡിൽ ചെയ്തതാണ്, അതിൽ പല എഞ്ചിനുകൾക്കും എയർ ക്ലീനർ ഉണ്ടായിരുന്നു. എയർ ക്ലീനർ നമ്മൾ ഘടിപ്പിക്കുന്നത് ഇൻടേക്ക് മാനിഫോൾഡിന്റെ മുകളിലായിട്ടാണ്. രണ്ട് ടൈപ്പ് എയർ ക്ലീനേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് വെറ്റ് ടൈപ്പും മറ്റൊന്ന് ഡ്രൈ ടൈപ്പും. വെറ്റ് ടൈപ്പ് എയർ ക്ലീനർ പേരിൽ തന്നെ ഉണ്ട്. വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനവുള്ള എയർ ക്ലീനർ. ദ അറ്റ്മോസ്ഫിയറിക് എയർ ക്ലീനർ ത്രൂ ദ സൈഡ് പാസേജ് ആൻഡ് സ്ട്രൈക്സ് ഓൺ ദി സർഫസ് ഓഫ് ഓയിൽ. വെറ്റ് ടൈപ്പ് എയർ ക്ലീനർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഓയിൽ ഉണ്ടാകും. അത് ഒരു നനവുള്ള ടൈപ്പാണ്. ഓയിൽ ഫില്ല് ചെയ്തിട്ടുള്ള എയർ ക്ലീനർ ആണ് വെറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹെവി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ അബ്സോർബഡ് ബൈ ദ ഓയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഓയിൽ വെറ്റ് ടൈപ്പ് എയർ ക്ലീനറിന്റെ ഒരു ഫിഗർ ആണ്. ഇവിടെ ഒരു ഹാഫ് കട്ട് സെക്ഷൻ വ്യൂ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ താഴെയായിട്ട് ഇവിടെ ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ 2 എന്ന് മാർക്ക് ചെയ്തേക്കുന്നിടത്ത് ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഫിൽറ്ററും ഉണ്ട്. ആദ്യം എയർ വന്ന് നമുക്ക് കാണാൻ പറ്റും, ഈ സൈഡിലൂടെ എയർ വന്ന് ഓയിലിലേക്ക് കയറും. ഓയിലിൽ നിന്നും ഫിൽറ്റർ ചെയ്യും. ഫിൽറ്റർ വഴി ഇൻടേക്ക് മാനിഫോൾഡിലേക്ക്. ഒന്നുകൂടി ശ്രദ്ധിക്കാം,
പുറത്ത് നിന്ന് ഇത് അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ വരുന്നു, എയർ നേരെ ഓയിലിലേക്ക് കയറുന്നു, ഓയിലിൽ നിന്ന് ക്ലീൻ ചെയ്തിട്ടുള്ള എയർ ഫിൽറ്ററിലൂടെ കയറി ദെൻ ഇൻടേക്ക് മാനിഫോൾഡിന്റെ ഉള്ളിലൂടെ കാർബറേറ്ററിലേക്കോ അല്ലെങ്കിൽ ഇൻടേക്ക് പോർട്ടിലേക്കോ എത്തുന്നു. ഇതാണ് വെറ്റ് ടൈപ്പ് എയർ ക്ലീനറിന്റെ വർക്കിംഗ്. ഇവിടെ പറയുന്നുണ്ട് ഹെവി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ അബ്സോർബ്ഡ് ബൈ ദ ഓയിൽ. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള എയറിലുള്ള ഡസ്റ്റിനെ രണ്ട് ടൈപ്പായിട്ട് തിരിച്ചിക്കാണ്. ഹെവി ഡസ്റ്റും അതേപോലെ ഹെവി അല്ലാത്ത വളരെ ലൈറ്റ് ആയിട്ടുള്ള ഡസ്റ്റും. വലിയ കട്ടിയുള്ള പൊടിയും കട്ടിയില്ലാത്ത പൊടിയും. കട്ടിയുള്ള പൊടി ഓയിൽ അബ്സോർബ് ചെയ്യും. വളരെ കട്ടിയുള്ള വലിയ പൊടി അങ്ങനെയുള്ള വലിയ ഡസ്റ്റ് കണ്ടൻസ് ഓയിൽ അബ്സോർബ് ചെയ്യും. ബാക്കി വരുന്ന ഇവിടുന്ന് അബ്സോർബ് ചെയ്തിട്ട് ഓയിലിനെ കൊണ്ട് സാധിക്കാത്ത ചെറിയ ചെറിയ പൊടികൾ ഇവിടെ ഫിൽറ്റർ അത് ക്ലീൻ ചെയ്യും. അതിനുശേഷം ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് വരും. ദ പാർഷ്യലി ഫിൽറ്റേർഡ് എയർ. പാർഷ്യലി ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഓയിലിലൂടെ പാസ് ചെയ്യുമ്പോൾ മുഴുവനായിട്ടും എയർ ഫിൽറ്റർ ചെയ്യുന്നില്ല. പാർഷ്യലി ഫിൽറ്റർ ചെയ്ത എയർ along with oil particles, അതിന്റെ ഒപ്പം ഓയിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും, മൂവ് അപ്വേർഡ് ത്രൂ ദ ഫിൽറ്റർ എലമെന്റ്. അപ്പോൾ ഓയിലിൽ കൂടെ എയർ പാസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇവിടുന്ന് പോകുന്ന എയറിലും ഓയിൽ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ ഓയിൽ പാർട്ടിക്കിൾസിനെയും അതുപോലെ അതിലുള്ള ചെറിയ ഡസ്റ്റിനെയും ഇവിടെയുള്ള ഫിൽറ്റർ കണ്ടന്റ്, അത് ഫിൽറ്റർ എലമെന്റ് ഇവിടെയുള്ള ചെറിയ പൊടിയെയും അതേപോലെ ഈ ഓയിൽ കണ്ടന്റിനെയും അബ്സോർബ് ചെയ്ത് പ്യുവർ എയറിനെ അകത്തേക്ക് വിടും. ഫൈൻ പാർട്ടിക്കിൾസ് ആൻഡ് ഓയിൽ പാർട്ടിക്കിൾസ്. ഫൈൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ ഹെവി പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്തു ഓയിൽ, ദെൻ ഓയിലിൽ നിന്ന് എയർ വീണ്ടും പോവുകയാണ്. ഈ പോകുന്ന എയറിൽ ഇവിടെ നിന്നുള്ള ഓയിൽ കണ്ടന്റ് ഉണ്ടാകും, ഇതിലുള്ള ചെറിയ പൊടികൾ ഉണ്ടാകും. ഈ പൊടിയും ഓയിൽ കണ്ടന്റും ഈ ഫിൽറ്റർ എലമെന്റ് അബ്സോർബ് ചെയ്യുന്നു, ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകുന്നു. ക്ലീൻഡ് എയർ ദെൻ പാസസ് ത്രൂ ദ പാസേജ് ടു ദ ഇൻലെറ്റ് മാനിഫോൾഡ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇൻലെറ്റ് മാനിഫോൾഡിലേക്കുള്ള പാസേജ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ് ഈ ഫിഗർ തന്നിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഫിഗർ. ഇതില് ഈ ഒരു ഭാഗത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. ഇൻടേക്ക് മാനിഫോൾഡ് എന്നുള്ളതാണ് ആൻസർ. ഈ ഒരു ഭാഗത്തിന്റെ പേര് ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ട് ഇൻടേക്ക് മാനിഫോൾഡിന്റെ പേര് അതെന്താണ് എക്സ് എന്ന് പറഞ്ഞിട്ട് അതെന്താണെന്നായിരുന്നു ചോദിച്ചിരുന്നത്. ചിലപ്പോൾ ഇനി വേറെയുള്ള പാർട്ടുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ചോദിച്ചതായിരുന്നു എക്സാമിന്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. അതാണ് വെറ്റ് ടൈപ്പ് എയർ ക്ലീനർ. രണ്ടാമതൊരു ടൈപ്പ് ഉള്ളതാണ് ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ. ഡ്രൈ ടൈപ്പ് അവിടെ വെറ്റാണെങ്കിൽ ഡ്രൈ എന്ന് പറഞ്ഞാൽ അതിന് ഉണങ്ങിയത് എന്നാണ് അർത്ഥം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് എയർ ക്ലീനർ എ സ്പെഷ്യലി ട്രീറ്റഡ് പേപ്പർ എലമെന്റ് ഈസ് യൂസ്ഡ് ടു ഫിൽറ്റർ ദ ഇൻടേക്ക് എയർ. ഇവിടെ ഇൻടേക്ക് എയറിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യലി ട്രീറ്റഡ് ആയിട്ടുള്ള ഫിൽറ്റർ പേപ്പർ അല്ലെങ്കിൽ ഒരു ഫിൽറ്റർ പേപ്പർ എലമെന്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഓയിൽ ഉണ്ടാകില്ല. ഓയിൽ ഇല്ലാതെ ഇവിടെ ഫിഗർ 2 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഒരു വെറ്റ് ടൈപ്പ് എയർ ക്ലീനർ. ഇതിലൂടെ എയർ അകത്തേക്ക് പ്രവേശിക്കും, എന്നിട്ട് ഫിൽറ്റർ എലമെന്റിന്റെ ഉള്ളിലൂടെ എയർ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ എലമെന്റ് ഉള്ളിൽ കൂടെ എയർ പാസ് ചെയ്യുമ്പോൾ എയറിലുള്ള ഡസ്റ്റ് അത് വലുതായാലും ചെറുതായാലും ഇവിടെ ഒരൊറ്റ തവണ മാത്രമേ ഫിൽറ്റർ ചെയ്യുന്നുള്ളൂ. ഡ്രൈ ടൈപ്പ് എയർ ക്ലീനറിൽ. വെറ്റ് ടൈപ്പിലാണെങ്കിൽ 2 പാർട്സ് ആയിട്ടായിരുന്നു, ഒന്ന് ഓയിലിൽ കൂടെയും ഫിൽറ്റർ എലമെന്റിൽ കൂടെയും പാസ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഓയിലില്ല, ഒറ്റ ഫിൽറ്റർ പേപ്പറിലൂടെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. അങ്ങനെ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് എത്തും. ഫംഗ്ഷൻ: ദ അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ എയർ ക്ലീനർ. അറ്റ്മോസ്ഫിയറിക് എയർ ക്ലീനറിനുള്ളിലേക്ക് കയറുന്നു ത്രൂ ദി എയർ എൻട്രൻസ്. ഈ പറയുന്ന ഹോളിന്റെ പേരാണ് എയർ എൻട്രൻസ്, എയർ അകത്തേക്ക് കയറുന്ന കവാടം. ആൻഡ് പാസസ് ത്രൂ ദി പേപ്പർ എലമെന്റ്. എന്നിട്ട് ഇത് പേപ്പർ എലമെന്റിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നു. Then the filtered air, clean air goes to the intake manifold entrance. Then filter ചെയ്ത clean air intake manifoldലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വേറൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്, കട്ട് സെക്ഷണൽ വ്യൂ ഉണ്ട്. എയർ ഇൻലെറ്റ് വരുന്നു, ദെൻ ഫിൽറ്റർ പേപ്പറിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്ത് ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകുന്നു. ഈ ടൈപ്പ് എയർ ക്ലീനർ പറയുന്ന പേരാണ് ഡ്രൈ ടൈപ്പ് എയർ ക്ലീനർ. ദെൻ ഇൻടേക്ക് മാനിഫോൾഡ് എന്താന്നുള്ളത് ഇതുവരെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവിടെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇൻടേക്ക് മാനിഫോൾഡ്, എക്സോസ്റ്റ് മാനിഫോൾഡ് എന്നൊക്കെ. ഇൻടേക്ക് മാനിഫോൾഡ് എന്താന്നുള്ളതിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഇൻടേക്ക് മാനിഫോൾഡ് ഈസ് കണക്റ്റഡ് വിത്ത് എയർ ക്ലീനർ ആൻഡ് സിലിണ്ടർ ഹെഡ് ഇൻടേക്ക് പോർട്ട് ഓഫ് ദി സിലിണ്ടർ ഹെഡ്. അപ്പൊ ഇൻടേക്ക് മാനിഫോൾഡ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗങ്ങളാണ്. ഒരു കണക്റ്റഡ് പാർട്ടിക്കിൾസിനെയാണ് പറഞ്ഞിട്ടുള്ളത്.
ഇൻടേക്ക് മാനിഫോൾഡ് എന്ന്. എയർ ക്ലീനറും അതുപോലെ സിലിണ്ടർ ഹെഡിലെ ഇൻടേക്ക് പോർട്ടും കൂടി ചേർന്നിട്ടുള്ള ഭാഗത്തെയാണ് ഇൻടേക്ക് മാനിഫോൾഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അലോ ദി ഫ്രഷ് എയർ ടു ഫ്ലോ ദ എയർ ക്ലീനർ ടു ദ സിലിണ്ടർ ത്രൂ ഇൻലെറ്റ് വാൾവ്. അപ്പൊ ഇൻലെറ്റ് വാൾവിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള എയറിനെ പാസേജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇൻടേക്ക് മാനിഫോൾഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇൻടേക്ക് മാനിഫോൾഡിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ദ ഇൻടേക്ക് മാനിഫോൾഡ് ഈസ് മെയ്ഡ് ഓഫ് എ കാസ്റ്റ് അയൺ ഓർ അലുമിനിയം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻടേക്ക് മാനിഫോൾഡ് കാസ്റ്റ് അയണോ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ടോ ഉണ്ടാക്കിയതായിരിക്കും. ഇൻടേക്ക് മാനിഫോൾഡിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റ് അയണോ അലുമിനിയമോ ആയിരിക്കും. ഇത്രയാണ് എയർ ക്ലീനറിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മാനിഫോൾഡ്. ഇപ്പൊ നമ്മൾ ഇൻടേക്ക് മാനിഫോൾഡ് പറഞ്ഞു, ദെൻ നമുക്ക് എക്സോസ്റ്റ് മാനിഫോൾഡ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. മാനിഫോൾഡ്സ് ആൻഡ് സൈലൻസർ. The inlet manifold is used to supply the air through from the carburetor to the intake parts in the cylinder head. നമ്മൾ ഇൻടേക്ക് മാനിഫോൾഡ് നേരത്തെ പറഞ്ഞു, അത് പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ അതിലേക്ക് കാർബുറേറ്ററും കൂടി ഇൻക്ലൂഡ് ആയിരിക്കും. കാർബുറേറ്ററിൽ കൂടെ ആയിരിക്കും അപ്പോൾ എയർ പാസ് ചെയ്യുക. എയറും ഫ്യൂലും കൂടി മിക്സ് ചെയ്യുക എന്നുള്ളതാണ് കാർബുറേറ്ററിന്റെ മെയിൻ ഫംഗ്ഷൻ. ദ ഇൻലെറ്റ് മാനിഫോൾഡ് ഈസ് ജനറലി മെയ്ഡ് ഓഫ് അലുമിനിയം അലോയ് ഓർ കാസ്റ്റ് അയൺ. ഇവിടെ പറഞ്ഞ തന്നെയാണ്, അലുമിനിയം അലോയ് അല്ലെങ്കിൽ കാസ്റ്റ് അയണോ കൊണ്ട് തന്നെയാണ് ഇൻലെറ്റ് മാനിഫോൾഡ് മാനുഫാക്ചർ ചെയ്യുക. ഇനി എക്സോസ്റ്റ് മാനിഫോൾഡ്. ദി എക്സോസ്റ്റ് മാനിഫോൾഡ് ഈസ് യൂസ്ഡ് ടു കളക്ട് ദ എക്സോസ്റ്റ് ഗ്യാസസ് ഫ്രം ദി ഡിഫറെന്റ് സിലിണ്ടേഴ്സ് ആൻഡ് സെൻഡ് ദം ടു സൈലൻസർ. എക്സോസ്റ്റ് മാനിഫോൾഡ് എന്ന് പറയുന്നത് എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോകുന്ന ബേൺഡ് ഗ്യാസ്, കത്തിക്കഴിഞ്ഞിട്ടുള്ള ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പുക, ഈ പുകയെ കടത്തി വിടാനുള്ളത് പല സിലിണ്ടറുകളിൽ നിന്നും ഒരുമിച്ച് വന്നിട്ട്, നമുക്കിപ്പോൾ 4 സിലിണ്ടർ ആണുള്ളതെങ്കിൽ ഈ 4 സിലിണ്ടറിലും പല സമയത്താണ് എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുക. ഈ എക്സോസ്റ്റ് വാൾവിൽ നിന്നുള്ള പുക ഒന്നിച്ച് കളക്ട് ചെയ്ത് സൈലൻസറിലേക്ക് കടത്തി വിടുന്ന ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് എക്സോസ്റ്റ് മാനിഫോൾഡ്. Then the exhaust manifold is generally made of cast iron. Exhaust manifold ജനറലി ഉണ്ടാക്കാറുള്ളത് കാസ്റ്റ് അയൺ കൊണ്ടാണ്. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻലെറ്റ് മാനിഫോൾഡ് ഉണ്ടാക്കുന്ന അതേ മെറ്റീരിയൽ കൊണ്ട് ഒരിക്കലും നമുക്ക് എക്സോസ്റ്റ് മാനിഫോൾഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അലുമിനിയം അലോയി ആണ് അവിടെ ഉപയോഗിച്ചതെങ്കിൽ ഒരിക്കലും അലുമിനിയം അലോയി ഇവിടെ ഉപയോഗിക്കാൻ സാധ്യമാകില്ല. കാരണം ഇൻടേക്ക് മാനിഫോൾഡിനേക്കാളും എപ്പോഴും എക്സോസ്റ്റ് മാനിഫോൾഡിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. കാരണം കത്തിക്കഴിഞ്ഞ് കമ്പഷൻ നടന്നു കഴിയുമ്പോൾ ഒന്നുകൂടി ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള നല്ല ടെമ്പറേച്ചറുള്ള എയർ ആയിരിക്കും പുറത്തേക്ക് പോകുക. ഇൻലെറ്റ് മാനിഫോൾഡിനേക്കാളും എക്സോസ്റ്റ് മാനിഫോൾഡ് എപ്പോഴും ഹോട്ട് ആയിരിക്കും. Then the exhaust manifold may include a heat control valve. അതിലൊരു ഹീറ്റ് കൺട്രോൾ വാൾവ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. or a heat riser which has thermostatically operated butterfly valve. എക്സോസ്റ്റ് മാനിഫോൾഡിൽ ഒരു ബട്ടർഫ്ലൈ വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഫിഗർ നോക്കാം, ഫിഗറിൽ ഈ കാണുന്നതാണ് ഒരു ബട്ടർഫ്ലൈ വാൾവ്. ഈ ബട്ടർഫ്ലൈ വാൾവ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെർമോസ്റ്റാറ്റിക്കലി ഓപ്പറേറ്റഡ് ആണ്. നമ്മൾ തെർമോസ്റ്റാറ്റിക് വാൾവ് പഠിച്ചു. ടെമ്പറേച്ചർ ഇത്ര കണ്ട് കൂടുമ്പോഴാണ് ഈ വാൾവ് ഓപ്പൺ ആകുക. ദെൻ ഫിറ്റഡ് ഇൻ ദ എക്സോസ്റ്റ് മാനിഫോൾഡ്. അങ്ങനെ ഒരു തെർമോസ്റ്റാറ്റിക് വാൾവ് ഈ ഒരു എക്സോസ്റ്റ് മാനിഫോൾഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. വെൻ ദ എഞ്ചിൻ ഈസ് കോൾഡ്, എഞ്ചിൻ തണുത്ത സമയത്താണെങ്കിൽ ദ വാൾവ് ഈസ് ക്ലോസ്ഡ്, വാൾവ് എപ്പോഴും ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. ആൻഡ് ഹോട്ട് ഗ്യാസ് ആർ ഡയറക്റ്റഡ് അറൌണ്ട് ദ ഇൻലെറ്റ് മാനിഫോൾഡ്. അങ്ങനെയുള്ള സമയത്ത് ഈ എക്സോസ്റ്റ് ഗ്യാസ് ഇൻലെറ്റ് മാനിഫോൾഡിനെ ചുറ്റിയിട്ടാണ് പുറത്തേക്ക് പോകുക. ഇവിടെ ശ്രദ്ധിക്കാം, നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി തണുത്തത്, എക്സോസ്റ്റ് ഗ്യാസ് ഒരിക്കലും തണുത്തതാകില്ല. പക്ഷെ തണുത്തതായ സമയത്ത്, ഏറ്റവും ഹൈ ഹോട്ട് അല്ലാത്ത, കമ്പാരിറ്റീവ്ലി താരതമ്യേന കുറഞ്ഞ സമയത്ത് ഇവിടെ നിന്ന് എക്സോസ്റ്റ് ഗ്യാസ് വന്ന് ഈ ഇൻടേക്ക് മാനിഫോൾഡിനെ ചുറ്റിയിട്ടാണ് പുറത്തേക്ക് പോകുക. ആ സമയത്ത് തെർമോസ്റ്റാറ്റിക് വാൾവ് ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. When the engine attains operating temperature, the valve opens and the exhaust gas are directly sent to the muffler. എഞ്ചിൻ ഒരു ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ
എഞ്ചിൻ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റിക് വാൾവ് ഓപ്പൺ ആകും. നമ്മൾ റേഡിയേറ്ററിൽ പറഞ്ഞ സെയിം തെർമോസ്റ്റാറ്റിക് വാൾവ് ഇവിടെ ഓപ്പൺ ആകും. ദെൻ എക്സോസ്റ്റ് പോർട്ടിൽ നിന്നും വരുന്ന ഗ്യാസ് ഡയറക്റ്റ്ലി ഇങ്ങനെ ചുറ്റാതെ ഡയറക്റ്റ്ലി മഫ്ലറിലേക്ക് പോവുകയും ചെയ്യും. ഇത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ ചുരുക്കി പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. എക്സോസ്റ്റ് പോർട്ടിൽ നിന്നും ഗ്യാസ് വരികയാണ്. എഞ്ചിൻ കോൾഡ് കണ്ടീഷൻ അഥവാ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇൻടേക്ക് മാനിഫോൾഡ് തണുത്തിരിക്കും, ഇവിടെയുള്ള എയറും തണുത്തിരിക്കും. നമുക്ക് എഞ്ചിൻ പെട്ടെന്ന് സ്റ്റാർട്ട് ആവണം എന്നുണ്ടെങ്കിൽ ഇൻടേക്കിലുള്ള എയറിനെ ചൂടാക്കണം. ആ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് എക്സോസ്റ്റ് ഗ്യാസ് ഇൻടേക്ക് മാനിഫോൾഡിനെ ചുറ്റിയിട്ട് ഇതിൽ കൂടെ പോകുന്നത്. എഞ്ചിൻ സ്റ്റാർട്ടായി ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വാൾവ് ഓപ്പൺ ആകും. ദെൻ എക്സോസ്റ്റ് ഗ്യാസ് ചുറ്റേണ്ട ആവശ്യമില്ല. ഇൻടേക്ക് പോർട്ടിൽ അതിനുള്ള ഹീറ്റ് ആയിട്ടുണ്ടാകും. ദെൻ എക്സോസ്റ്റ് ഗ്യാസ് ഡയറക്റ്റ് മഫ്ലറിലേക്ക് പോകും. ഇതൊരു മെക്കാനിസം ആണ് വെഹിക്കിളിൽ എക്സോസ്റ്റ് ഇൻഡക്ഷൻ ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് മെക്കാനിസം ആണ് ഇവിടെ പറഞ്ഞത്. Then exhaust pipe. The exhaust pipe takes the burned gases from the manifold to the muffler. എക്സോസ്റ്റ് പൈപ്പ് ചെയ്യുന്നത് കത്തിക്കഴിഞ്ഞിട്ടുള്ള ഗ്യാസിനെ മാനിഫോൾഡിൽ നിന്നും മഫ്ലറിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. മഫ്ലർ എന്ന് പറയുന്നത് സൈലൻസർ. ദ പൈപ്സ് ആർ സ്റ്റീൽ ട്യൂബുകൾ കൊണ്ടാണ് ഈ പൈപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്യൂട്ടബിളി ഷേപ്ഡ് ആൻഡ് റൂട്ടഡ് ബിലോ ദ ചേസസ് ടു ലീഡ് ദ ഗ്യാസസ് അവേ ഫ്രം ദ വെഹിക്കിൾ അറ്റ് ദ റിയർ ആൻഡ് ദ ഡയറക്ട് ടു ദ ഗ്യാസ് ഡൗൺ ടു ദ അണ്ടർ ദ വെഹിക്കിൾ. വണ്ടീന്റെ അടിയിൽ കൂടെ ചേസസിന്റെ താഴെ കൂടെ പാസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ പൈപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫിഗർ നോക്കാം. ഇവിടെ എയർ ക്ലീനർ ഉണ്ട്. ഇത് എഞ്ചിൻ, എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്നും ഈ പോകുന്നതാണ്. ഇത് പ്രീ മഫ്ലർ, ഇത് മെയിൻ മഫ്ലർ. ഇവിടെ നിന്ന് ടൈൽ പൈപ്പ് വഴി പുറത്തേക്ക് 2 മഫ്ലർ ഉണ്ടാകും. അപ്പൊ ഇവിടെ നിന്ന് നേരിട്ട് മഫ്ലറിലേക്ക് പോവുകയാണ്. ഈ മഫ്ലറിലേക്ക് പോകുന്ന ഈ ഭാഗമാണ്, ഇതിന് പറയുന്ന പേരാണ് എക്സോസ്റ്റ് പൈപ്പ്. ഈ എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീൽ ട്യൂബ്സ് ആണ്. ഇറ്റ് കെപ്റ്റ് ഇൻ പ്ലേസ് ബൈ ഫ്ലാഞ്ചസ് ഓർ ക്ലാംസ് അറ്റ് എയ്തർ എൻഡ്. ഇത് ഒരു ഫ്ലാഞ്ചുകളോ അല്ലെങ്കിൽ ക്ലാമ്പോ ഉപയോഗിച്ചാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. In some vehicles, a flexible mounting to the body or chassis is used. ചില വെഹിക്കിൾസിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ്, ഇവിടെ സ്റ്റീൽ പൈപ്പ് ആണ് പറഞ്ഞത്, ചിലപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൗണ്ടിങ് മെറ്റീരിയൽസും ഉപയോഗിക്കലുണ്ട്. ഇതാണ് എക്സോസ്റ്റ് പൈപ്പിൽ പഠിക്കാനുള്ളത്. മഫ്ലർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് എയർ ക്ലീനറും ഇൻടേക്ക് മാനിഫോൾഡ്, എക്സോസ്റ്റ് മാനിഫോൾഡ്, അതുപോലെ എക്സോസ്റ്റ് പൈപ്പ്, ഇതിന്റെയൊക്കെ പ്രത്യേകതകളാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, താങ്ക് യു.